മാസത്തിനുള്ളിൽ കേരളം 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിക്കും. പാലക്കാട്, വയനാട്, ചേലക്കര എന്നീ മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾ യഥാക്രമം സിറ്റിംഗ് MLA-മാരായ ഷാഫി പറമ്പിലിന്റെയും കെ രാധാകൃഷ്ണന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഉപേക്ഷിച്ച് ഉത്തർപ്രദേശിലെ റായ്ബറേലി നിലനിർത്താൻ തീരുമാനിച്ചാൽ വയനാടും ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന ഇടതുമുന്നണിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു അവസരമാണ്. 3 ഇടങ്ങളിലും കളത്തിലിറക്കുക കരുത്തരായ നേതാക്കളെ തന്നെയായിരിക്കും. കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും CPM-ന്റെ മുതിർന്ന നേതാവായ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും വിജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് നാണക്കേടുണ്ടാക്കിയ കേടുപാടുകൾ ഭാഗികമായി പരിഹരിക്കാൻ ഉപതെരഞ്ഞെടുപ്പ് വിജയം സഹായിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് നിയമസഭാ സീറ്റെങ്കിലും നിലനിർത്തുക എന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയത്തെ തുടർന്ന് BJP നേതൃത്വത്തിലുള്ള NDA പുതിയ വീര്യത്തോടെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടും. 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്തെത്തിയ പാലക്കാട് നിയമസഭാ സീറ്റ് നേടാൻ BJP എല്ലാ ശ്രമങ്ങളും നടത്തും. ചേലക്കരയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? മന്ത്രിമണ്ഡലം എന്ന പദവി നഷ്ടമാകുമോ? ചോദ്യങ്ങൾ അനവധിയാണ്. പട്ടികജാതി സംവരണ മണ്ഡലമായ ചേലക്കരയിലേക്ക് 1996 മുതൽ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയുടെ കാലത്തൊഴികെ കെ രാധാകൃഷ്ണനായിരുന്നു MLA. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാനായ UR പ്രദീപായിരുന്നു 2016-21 MLA. 2021 സിറ്റിംഗ് MLA-യെ മാറ്റി വീണ്ടും കെ രാധാകൃഷ്ണനെ പാർട്ടി മത്സരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ അംഗമാക്കാനായിരുന്നു ഈ മാറ്റമെന്ന് പിന്നീട് അണികൾക്കിടയിൽ വിശദീകരിക്കാനായി. കെ രാധാകൃഷ്ണൻ MP സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ അദ്ദേഹം ജയിച്ചാൽ പ്രദീപായിരിക്കും അടുത്ത സ്ഥാനാർത്ഥിയെന്ന് അണികൾക്കിടയിൽ ധാരണയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായ PK ബിജു ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ നിയമസഭയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുള്ള വാർത്തകളുമുണ്ട്. ജയിച്ചാൽ പ്രദീപിനെ മന്ത്രിയാക്കുമോ എന്നതാണ് ചേലക്കരയുടെ അടുത്ത ചോദ്യം. എന്നാൽ മണ്ഡലത്തിലുള്ള മന്ത്രി പദവി നഷ്ടപ്പെടുത്തുന്നത് അത്ര ഗുണമാവില്ലെന്ന് പാർട്ടിക്കും ബോധ്യമുണ്ട്. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ പകരം സ്ഥാനം നൽകണോ അതോ പുതിയ മന്ത്രിയെ കൊണ്ടുവരണോ എന്ന തീരുമാനം CPM സംസ്ഥാന നേതൃയോഗം തീരുമാനിക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. പകരം ആളുകളെ കണ്ടെത്താൻ നിലവിൽ MLA-മാരായവർ CPM-ലുണ്ട്. ബാലുശ്ശേരി MLA-ആയ സച്ചിൻ ദേവ്, മാനന്തവാടി MLA-ആയ OR കേളു, കോങ്ങാട് MLA-ആയ K ശാന്തകുമാരി എന്നിവർ പരിഗണനയിലുണ്ട്. കൂടാതെ KPMS നേതാക്കളെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. തരൂർ MLA-ആയ PP സുമോദ്, കുന്നത്തുനാട് MLA-ആയ PV ശ്രീനിജിനെയും പരിഗണിക്കാനുള്ള സാധ്യത പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തവണ യുവ നേതാക്കളെ പരിഗണിക്കണം എന്ന ആവശ്യം മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. PK ബിജു, AK ബാലൻ എന്നിവരും അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സാകും ഇവരിൽ ആർക്കാണ് നറുക്കുവീഴുക എന്നതിൽ നിർണായകമാവുക. SFI-യിലൂടെ രാഷ്ട്രീയ സജീവമായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ പുതിയ നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്നാണ് CPM-ന്റെ ചിന്ത. വനിതാ പ്രാതിനിധ്യം കൂട്ടാൻ കോങ്ങാട് MLA-ആയ ശാന്തകുമാരിയിലൂടെ കഴിയുമെന്ന വിലയിരുത്തലുമുണ്ട്. മുതിർന്ന നേതാവെന്ന പരിഗണനയിലാണ് മാനന്തവാടി MLA കേളുവിനെയും ചർച്ചകളിൽ സജീവമാക്കിയത്. വയനാട്ടിൽ നിന്നും മന്ത്രിയില്ല എന്നതും കേളുവിന് അനുകൂല ഘടകം തന്നെയാണ്. വയനാട്ടിൽ CPM കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കേളുവിന് തുണയായി മാറിയേക്കാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ പകരത്തിന് മത്സരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പിടിവലി തുടരുകയാണ്. എന്നാൽ ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ പ്രതികരണങ്ങളോ സ്ഥാനാർത്ഥി ലിസ്റ്റോ പുറത്തു വന്നിട്ടില്ല എന്നത് നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ഒത്ത ഒരു ദേശീയ നേതാവിനെ തന്നെയാണ് ഇടതുപക്ഷം കളത്തിലിറക്കിയത്. ഉപതെരഞ്ഞെടുപ്പിലും അതേ രീതി പിന്തുടരാനാണ് സാധ്യത. എന്നാൽ 6 മാസം കഴിഞ്ഞുള്ള ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് തിരക്കുകൂട്ടേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. സ്വാഭാവികമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് അടുത്ത് മാത്രമേ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കൂ.